ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ്. വാട്സ്ആപ്പ് ചാറ്റുകളും കോളുകളും പരിശോധിക്കുന്നു. ഗൂഗിൾ പേ ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ ഹാജരാക്കിയ ഫോണിന്റെ കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനായിരുന്നു ഷൈൻ ടോം ചാക്കോ ഈ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ, പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതെന്നായിരുന്നു പ്രധാനമായ സംശയം. അതിന് മറുപടിയായി ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഗുണ്ടകളാണെന്ന് സംശയിച്ചാണ് താൻ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന്. അതായത് എന്തിനാണ് ഇനി ഹോട്ടലിൽ ഗുണ്ടകൾ എത്തിയത്, അതിനി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് തന്നെ അതിന്റെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഗുണ്ടകൾ എന്തിനാണ് ഹോട്ടലിൽ രാത്രി ഷൈൻ ടോം ചാക്കോയെ അന്വേഷിച്ച് വരേണ്ടതിന്റെ ആവശ്യകത, അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും ഗൂഗിൾ പേ അടക്കം പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകളുണ്ടോ എന്നതാണ് അതിൽ നിന്നും പോലീസിന് കണ്ടെത്തേണ്ടത്. ആ തരത്തിൽ പോലീസ് ഫോൺ പരിശോധിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് 3 ഫോണുകളാണുള്ളത്. അതിൽ പക്ഷെ ഇപ്പോൾ ഒരു ഫോണിൽ മാത്രമാണ് ഷൈൻ ഹാജരാക്കിയിരിക്കുന്നത്. ബാക്കി 2 ഫോണുകൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹാജരാക്കിയ ഒരു ഫോൺ, ആ ഫോണിൽ തന്നെയാണോ പ്രധാനമായി ഷൈൻ ടോം ചാക്കോ നിരന്തരം ഉപയോഗിക്കുന്നത്, കൂടുതൽ തവണ ഈ ഫോൺ തന്നെയാണോ ഉപയോഗിക്കുന്നത്, അതോ മറ്റ് ഫോണുകളിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചാറ്റുകൾ ഉണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അങ്ങനെ ആ തരത്തിലുള്ള ഇപ്പോൾ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലുകളും പരിശോധനയുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ അടുക്കുന്നു ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട സംശയം എന്തിനായിരുന്നു അന്ന് ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതെന്നാണ്. അതിന് മറുപടിയായി ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഗുണ്ടകളാണ് വരുന്നതെന്ന് കരുതിയാണ് താൻ ഇറങ്ങി ഓടിയത്, ഡാൻസ് ഓഫ് സംഘമാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് രാത്രി 10:30 ഹോട്ടൽ മുറിയിൽ ഷൈൻ ടോം ചാക്കോയെ തേടി ഗുണ്ടകൾ വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതാണ് ഇനി വ്യക്തമാകേണ്ടത്. എന്തായാലും ചോദ്യം ചെയ്യൽ ആ രീതിയിൽ പുരോഗമിക്കുന്നു. അതിനോടൊപ്പം തന്നെ പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഫോണും പരിശോധിക്കുന്നുണ്ട്. അതിലെ ചാറ്റുകൾ, ഗൂഗിൾ കോളുകൾ, ഗൂഗിൾ പേ അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഗുണ്ടകൾ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല, ശത്രുക്കളുണ്ട്, തന്റെ വളർച്ചയിൽ അസൂയുള്ളവരുണ്ട് എന്നൊക്കെ ഷൈൻ പറഞ്ഞു എന്നൊക്കെ വിവരങ്ങൾ അവിടെ എവിടെയായൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പോലീസിനെ കൺവിൻസ് ചെയ്യണമല്ലോ നവമി. അല്ലാതെ വെറുതെ ഒരാൾ റൂമിൽ വന്ന് തട്ടിയാൽ ഉടൻ അത് ഗുണ്ടയാണെന്ന് കരുതി, അതും സ്വന്തം ജീവൻ വരെ അപകടത്തിൽ പെടുത്തുന്ന തരത്തിൽ 2ാം നിലയുടെ മുകളിൽ നിന്ന് 3ാം നിലയിൽ നിന്ന് എടുത്തു ചാടി ഷീറ്റ് പൊട്ടി അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞാൽ പോലീസിന് അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതും ഒരു സംശയമല്ലേ. അതായത് ഷൈന് നേരത്തെ നിയമോപദേശം കിട്ടി എന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഹാജരായില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അങ്ങനെയുള്ള നിയമോപദേശം കിട്ടി എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതെ, അത് തന്നെയാണ് ശ്രീജ. ഇത് കൃത്യമായും ഇനി അഭിഭാഷകരെ കണ്ടതിന് ശേഷം ഷൈൻ അത്തരത്തിലൊരു പഠിച്ച് പറയുന്നതാണോ ഇതെന്നുള്ളൊരു സംശയമാണ്. കാരണം രാത്രി 10:30 ഗുണ്ടകൾ ഷൈനെ അന്വേഷിച്ച് ഹോട്ടലിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഷൈനെ ഗുണ്ടകൾ അന്വേഷിച്ച് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൽ ഷൈനിന് എത്ര കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയുമെന്നാണ് നോക്കേണ്ടത്. ഷൈൻ അതിൽ ഉത്തരം പറയുമോ എന്നുള്ളതാണ് ഇനി അടുത്തതായി കാത്തിരിക്കേണ്ടത്. എന്തായാലും ഷൈന്റെ ചോദ്യം ചെയ്യൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഒരു സംശയം ലഹരിയിലേക്ക് തന്നെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. കാരണം അന്ന് അവിടെ ഒരു പ്രധാനപ്പെട്ട ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരാള് ആ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തി പരിശോധനയ്ക്കായി എത്തിയത്. അപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. റൂമിൽ തട്ടി, അതായത് ഷൈൻ പറയുന്നത് പ്രകാരം ഇതിനു മുൻപ് പലതവണ, അതായത് ഈ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ പലതവണ റൂം സർവീസിനായി കരുതി ഡോറിൽ ആരോ തട്ടിയിരുന്നു. അപ്പോൾ റൂം സർവീസ് ആവശ്യമില്ല എന്ന് താൻ പലതവണ പറഞ്ഞതാണ്. പിന്നീടാണ് ഗുണ്ടകളാണോ എന്ന് സംശയിച്ചത്. അതായത് ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിന്നും ഫോൺ വരുന്നു, ഒരു സംഘം ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നു എന്ന്. ഇതിനെ തുടർന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. അപ്പോൾ ഷൈൻ പറയുന്ന വിശദീകരണം പ്രകാരം
ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഇറങ്ങി ഓടിയതെന്ന്. പക്ഷേ നമ്മെ അപ്പോഴും ഒരു പ്രശ്നമില്ലേ, അതായത് PGS വേദാന്ത പോലെ ഒരു സ്റ്റാർ റേറ്റഡ് ആയ ഹോട്ടലിലേക്ക് അങ്ങനെ ആർക്കെങ്കിലും ചെന്ന് കയറി ഒരു റൂമിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അത് ഹോട്ടൽ അധികൃതരുടെ അറിവോടെ അല്ലെങ്കിൽ അവിടെ ചുമതലയിലുള്ളവരുടെ അറിവോടെ മാത്രമേ ഒരു ഗസ്റ്റിന്റെ റൂമിലേക്ക് പോകാൻ പറ്റൂ എന്നതൊക്കെ കോമൺ സെൻസ് ആണ്, നമുക്കൊക്കെ അറിയാവുന്ന കോമൺ സെൻസ് ആണ്. അപ്പോൾ പോലീസിന് മുന്നിലേക്ക് ഈ കോമൺ സെൻസ് ഇല്ലാത്ത വർത്തമാനം പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ശ്രീജ, പോലീസിനോട് ഈ വിശദീകരണമൊക്കെ പറയുമ്പോൾ പോലീസിന് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ പോലീസ് ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ഇതിൽ പ്രധാനമായും ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ഒരു ലഹരിയുടെ ഇടപാട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഒന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലഹരിയുടെ ഇടപാട് അവിടെ നടത്തിയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ തരത്തിലേക്ക് വരുമ്പോൾ ഷൈൻ്റെ ഈ ഒരു വിശദീകരണം എത്രത്തോളം പോലീസിന് അത് കൺവിൻസിങ് ആവും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഷൈനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ CCTV അടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഷൈനെ അന്ന് ആരൊക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പോലീസിന് അറിയാം. ഷൈൻ്റെ ഫോൺ കോളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ഇതെല്ലാം നിരത്തിക്കൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. നാർക്കോട്ടിക് ACP ഉണ്ട്, സെൻട്രൽ ACP ഉണ്ട്. അങ്ങനെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ അരങ്ങേറുന്നത്. അതിൽ ഷൈൻ പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. ഗുണ്ടകൾ രാത്രി വന്നത് ഭയപ്പെട്ട് ഓടി എന്ന് പറയുന്നതിലൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒപ്പം 3 ഫോണുകളാണ് ഷൈൻ ഉള്ളത്. അതിൽ ഒരു ഫോൺ മാത്രമേ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളൂ. മറ്റ് 2 ഫോൺ അധികം ഉപയോഗിക്കാത്ത ആളാണെന്നൊക്കെയാണ് ഷൈൻ നൽകുന്ന വിശദീകരണം. പക്ഷെ അതിൽ ഇപ്പോൾ ഹാജരാക്കിയ ഫോണിലെ ചില വിവരങ്ങളും കോൾ ലിസ്റ്റുകൾ, ചാറ്റുകൾ, ഗൂഗിൾ പേ വരെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഷൈന് എത്രമാത്രം ഈ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഇനി അറിയേണ്ടത്. വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരുടെ ഒക്കെ നിയമോപദേശം തേടി അവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഷൈൻ ടോം ചാക്കോ 10 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ പറയാൻ ഷൈന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പോലീസാണ് പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ ആയിരിക്കും. കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഓടാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ മറുപടികളിലൊന്നും പോലീസിന് തൃപ്തരായിട്ടില്ല. ഗുണ്ട എത്തിയത് എന്തിനാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ പിന്നിടുന്നുണ്ട് ഈ ചോദ്യം ചെയ്യൽ. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. നവമി, ഇതോടൊപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഷൈൻ എവിടെയൊക്കെ താമസിച്ചു, അവിടെ ആരൊക്കെ വന്ന് കണ്ടു, ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നു എന്ന് പറയുന്നു. ഈ ആലപ്പുഴയിലെ കഞ്ചാവ് കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ഷൈന്റെ പേര്